അപ്പൊ മുൻകാലങ്ങളിൽ ഓണം ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്നതാണെന്ന് പറയുകയാണ് നടൻ ഷാജു ശ്രീധർ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ഓണം ഇൻസ്റ്റന്റ് ആയി മാറുകയാണ്. തരംഗിണിയും ദേമാവേലി കൊമ്പത്തെ കാസറ്റും എല്ലാം എല്ലാ കാലത്തും ഓണം ഓർമ്മകളാണെന്നും ഷാജു 24-നോട് പറഞ്ഞു. ഷാജുവിന്റെയും കുടുംബത്തിന്റെയും ഓണവിശേഷങ്ങൾ കാണാൻ പെട്ടെന്ന് തിരിച്ചു വരാം. 24 പ്രേക്ഷകർക്കായി ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനായി നടൻ ഷാജു ശ്രീധർ, നടിയും നർത്തകിയുമായ ചാന്ദിനി, അതുപോലെ തന്നെ അവരുടെ മക്കളൊക്കെ നമുക്കൊപ്പം ചേരുകയാണ്. അവരോട് തന്നെ നമുക്ക് അവരുടെ ഓണവിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം. ഹായ് ഷാജുട്ടാ, നമസ്കാരം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണൊക്കെ? എല്ലാ വർഷത്തെയും പോലെ തന്നെ ഓണം അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാം മൂത്താളിപ്പോൾ അവൾ ചെന്നൈയിലാണ്, അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്നൊരു ഓണം. ഈ എപ്പോഴും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുമ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണ്? കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം. പിന്നെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഓണത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആ സദ്യ കഴിക്കുമ്പോഴാണ് ഓണം എന്നുള്ളൊരു ഓർമ്മ തന്നെ വരുന്നത്. പണ്ട് അങ്ങനെയല്ലല്ലോ, നമ്മൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും പക്ഷേ ഇപ്പോൾ പൂവിടുന്നുണ്ട്. ഇവിടെ എല്ലാ ദിവസവും നമ്മൾ അത്തം തൊട്ട് എല്ലാ ദിവസവും അവൾ പൂവിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുറ്റത്ത് നോക്കുമ്പോൾ നമുക്ക് ഓണം വന്നെന്നുള്ളൊരു ഫീലുണ്ടാകും. ഈ ടെലിവിഷൻ ചാനൽ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ സിനിമാ തിരക്ക്, ഇതിലൊക്കെ ആകുമ്പോൾ ഒട്ടേറെ ഓണാഘോഷങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോഴുള്ള ഓണത്തിൻ്റെ ഒരു പ്രത്യേകത വേറെ വൈബ് തന്നെയല്ല. അതൊരു മക്കളോടൊപ്പം അതുപോലെ തന്നെ ഭാര്യയൊക്കെ. അപ്പോൾ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഒത്തുകൂടുന്ന ഏതൊരു സാഹചര്യവും ഓണം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ നമുക്ക് ഇന്ന് പണ്ടത്തൊക്കെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഫുഡായിക്കോട്ടെ, ഈ പറയുന്ന ഒരു ദിവസം പായസം എന്ന് പറയുന്നത് ആ ദിവസമാണ്, ഓണത്തിനായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കറികൾ, സദ്യ. ഇന്ന് അങ്ങനെയല്ല, ഏത് സമയത്തും ഇലയിലിട്ട ഊണ് എല്ലാ സ്ഥലങ്ങളിലും സെയിൽ ചെയ്യുന്ന ഒരവസ്ഥയിൽ സദ്യകൾ എല്ലായിടത്തും അവൈലബിളാണ്. സിനിമാ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത പടം അല്ലെങ്കിൽ ഏതാണ്, ഇപ്പോൾ ഏതെങ്കിലും ഷൂട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചിത്രങ്ങൾ ഇപ്പോൾ ഉണ്ടോ? ഇനിയിപ്പോൾ റിലീസ് ചെയ്യാനുള്ള അവർ അച്ഛൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്നൊരു സിനിമ സാഗർ എന്ന ഡയറക്ടറുടെ ഒരു മൂവിയാണ് ഇപ്പോൾ അടുത്ത മാസം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ പടം ഷൂട്ടിംഗ് തുടങ്ങും. ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞത് OTT വന്നിട്ടുള്ള ഉയർന്നുള്ള പടമാണ് ഉന്മാദം എന്ന് പറയുന്നൊരു സിനിമ. അതും OTT അപ്പോൾ ആ സിനിമകളാണ്. പിന്നെ റിലീസ് ചെയ്യാൻ നയൻതാര നിവിൻ പോളി ഒരു പടം റിലീസ് ചെയ്യാനുണ്ട്. കുറച്ച് പടങ്ങൾ ചെയ്തു വെച്ചുണ്ട്. അല്ലാതെ പുതിയ പടങ്ങൾ ഇപ്പോൾ ഒരു 3 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വമ്പൻ താരനിരകൾക്കൊപ്പമുള്ള ഒരു ചിത്രങ്ങളാണ് ഇനി റിലീസാകാനുള്ളത്. അപ്പോൾ അടിപൊളി പടങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. അതെ, തീർച്ചയായിട്ടും. കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. സിനിമ പണ്ടത്തെ പോലെ അത്രയും സിനിമകളില്ല. പക്ഷേ ഇന്ന് ഉള്ള സിനിമകളിലൊക്കെ നമ്മൾ ഭാഗമാകാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ്. ഓണാഘോഷമൊക്കെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ മിമിക്രി താരം കൂടിയാണ് താങ്കൾ. അപ്പോൾ ഈ മറുനാടൻ നാട്ടുകളിൽ പോയി മിമിക്രി സ്റ്റേജ് ഷോ അതൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് വ്യാപകമായിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ ഒരു ട്രൂപ്പോ പ്രോഗ്രാംസോ ഓണത്തിൻ്റെ സീസണോ ഒന്നും നമുക്കില്ല. നമ്മൾ സിനിമയും ചാനൽ കാര്യങ്ങളായിട്ട് ഓണം അങ്ങനെ സജീവമായി. പണ്ട് നമ്മളെല്ലാം ഈ ഓണത്തിൻ്റെ ഫുൾ ഫീൽഡിലായിരിക്കും. ഇപ്പം ഞാൻ UK മമ്മൂക്കയുടെ കൂടെ UK ലണ്ടൻ പ്രോഗ്രാമിന് പോയി വന്നേ ഉള്ളൂ. നൃത്ത അധ്യാപികയാണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, നൃത്തം ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ തിരക്കുകളൊക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായി കുട്ടികളൊക്കെ ഓണ സമയത്ത് ക്ലാസ് ഉണ്ടാവില്ല. ഈ തുടർന്ന ശേഷമാണ് എന്നിട്ടാണ് ഞങ്ങളുടെ ഓണം സെലിബ്രേഷനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം പരീക്ഷ എക്സാമൊക്കെ ആയപ്പം നേരത്തെ ചെയ്യാൻ പറ്റിയില്ല ക്ലാസ്സിൽ. അതൊക്കെ ഇതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഇൻസ്റ്റഗ്രാമും അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഈ രണ്ട് മുഖങ്ങളും നല്ല പരിചിതമായിരിക്കും. കാരണം ഇവർ മില്യൺ ഫോളോവേഴ്സുള്ള 2 താരങ്ങളാണ്. എപ്പോഴും റീൽസൊക്കെ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണം? ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയാണ്. ഞാനെപ്പോഴും വർക്കിൻ്റെ ഇതിലായതുകൊണ്ട് നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലീവും കിട്ടാറില്ല. അപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും പിന്നെ നല്ല സദ്യ കഴിക്കാനും എല്ലാം പറ്റുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ ഇൻസ്റ്റാഗ്രാം റീൽ ഒക്കെ എങ്ങനെ പോകുന്നു? അതിൽ എത്രത്തോളം പുതിയ കാഴ്ചക്കാരുണ്ടായി? എത്രത്തോളം ഫോളോവേഴ്സൊക്കെ കൂടി? അത്യാവശ്യം നമുക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടാറ്. അപ്പം ഞാനും അച്ഛനും ജാനിയും ഒരുമിച്ചുകൊണ്ടുള്ള ടൈമിലൊക്കെ നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഈക്വലി. അപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടുന്നത്. കൂടുതലായും നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന കണ്ടിട്ടുള്ള ഈ ഡബ് സ്മാഷ് ആണ്, അതായത് സിനിമ ഡയലോഗ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റീൽസാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പാരമ്പര്യമാണോ, അല്ലെങ്കിൽ ആ ഒരു അഭിനയ കലയാണോ കിട്ടിയിരിക്കുന്നത്?
അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്കിഷ്ടമാണ്, രണ്ടുപേർക്കും ഒരേപോലെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് റീൽസൊക്കെ ചെയ്യാമെന്ന് മാത്രം. അങ്ങനെ ഒരുപാട് ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. അച്ഛൻ്റെ കൂടെ ചെയ്യുന്ന റീൽസാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഡിയൻസിൻ്റെ ഇടയിൽ നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കി തരുന്നത്. ഈ ഒരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കെമിയോ റോൾ എന്ന് പറയാം. അപ്പോൾ അച്ഛനടക്കം അങ്ങനെ കെമിയോ റോളൊക്കെ ആയിട്ടും ഗസ്റ്റ് റോളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അച്ഛന് അങ്ങനെ കിട്ടാറുണ്ടോ? അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കിപ്പോൾ ഒരു റീല് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അച്ഛൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛൻ നമ്മുടെ കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ അതൊരു ശരിക്കൊരു പ്ലസ് പോയിന്റ് ആണ്, അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങനെ ചെയ്യും. ഷാജേട്ടൻ്റെ ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ പഴയ കാലം ഓണം ഇപ്പോൾ പുതിയൊരു വൈബ് ഓണമാണ്. അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം, കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സിനിമയിലും മറ്റുമൊക്കെ കണ്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു ആ ഒരു രണ്ട് ഓണവും തമ്മിലുള്ള വ്യത്യാസം? ഓണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന 80s 90s തരംഗിണിയുടെ ഓണപ്പാട്ടുകളും മെലഡീസിൻ്റെ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ഞാനും വൈഫൊക്കെ. ഇന്ന് ഏറ്റവും ഫാസ്റ്റ് നമ്പറുകളായിട്ടുള്ള പാട്ടുകൾ തന്നെ ഓണത്തിൻ്റെ പാട്ട് നമുക്ക് വരികൾ മനസ്സിലാവില്ല. അപ്പോൾ മഹാബലിയെ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടും ഈ പറയുന്ന രീതിയിൽ പുള്ളി ഇതായിട്ടും ജ്യൂസ് ബെൻസിലും ബൈക്കിലും ബുള്ളറ്റിലും ഇങ്ങനെയുള്ള പുതിയ ജൻസി കൺസെപ്റ്റുകൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ കൺസെപ്റ്റ്, നമ്മുടെ ചരിത്രത്തിലൊരു രാജാവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മഹാബലി എന്ന് പറയുന്ന തമ്പുരാനുണ്ടായിരുന്നു, വാമനുണ്ടായിരുന്നു എന്ന് പറയുന്ന എല്ലാം കൺസെപ്റ്റ് മാറ്റിയിട്ട് പുതിയ തരത്തിലുള്ള ഒരു വൈബാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം. അതിന് ഓക്കെ, അവരുടെ ഒരു ലോകം അതായിരിക്കാം. പക്ഷെ നമ്മുടെ ഓർമ്മകളിലെ ഏറ്റവും നല്ല ഓണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മെലഡീസും ഏറ്റവും നല്ല സദ്യയും ഏറ്റവും എന്താ പറയുക ഒരു മായങ്ങളും ഇല്ലാത്ത, ആക്ച്വലി മഹാബലിയുടെ കാലത്ത് ഈ പറയുന്ന അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. അത് ശരിക്കും പറഞ്ഞ ഒരു പരിധി വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു കാലം ഉണ്ടായിരുന്നു. അത് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ശരി പറയുന്ന രീതിയിൽ നിന്ന് പലതരത്തിലുള്ള പാട്ടുകൾ പലതരത്തിലാണ്. പഴയ മാവേലി കൊമ്പത്ത് കാസറ്റും ഒക്കെ ഒരുപാട് കാസറ്റുകൾ ഞാൻ ഭാഗമായിരുന്നു. എനിക്ക് തോന്നുന്നു 100-ൽ പരം കാസറ്റുകൾ ഞാൻ ഭാഗമായിരുന്നു. മാവേലി ഓണത്തിൻ്റെ കാസറ്റുകളിലൊക്കെ മോഹൻലാലിനെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ അന്ന് ആ പറയുന്ന ടീമുണ്ടായിരുന്നു, നാദിർഷ, ദിലീപ്, സലീം കുമാർ, കോട്ടയം നസീർ, ഞങ്ങളൊരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഫുൾ റെക്കോർഡിങ്ങാണ്. തമാശകൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുള്ള കാസറ്റുകളും ആളുകൾ അതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുകയും സിനിമാ ഗാനങ്ങളെക്കാൾ അതിനേക്കാൾ കൂടുതൽ മൈലേജ് പാരഡിക്കുണ്ടായിരുന്നു. സിനിമയുടെ പാട്ടുകൾ അത് വളരെ നല്ല കുറേ ആൾക്കാർ, കൊച്ചിൻ മിമിക്ക, നാഷിക്ക എന്നൊക്കെ പറയുന്ന അവരൊക്കെ ഉണ്ടാക്കിയ. അപ്പോൾ എല്ലാം കൊണ്ട് ഓണം ഞങ്ങൾക്ക് ശരിക്കും മിമിക്രിയുടെ കാലഘട്ടത്ത് ഉത്സവമായിരുന്നു. സിനിമയിലാകുമ്പോൾ സിനിമയുടെ സെറ്റിലുള്ള ഓണസദ്യ ഉണ്ടാകും. അപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ നമ്മൾ എൻജോയ് ചെയ്യും. അതൊരു ഓണം സെലിബ്രേഷൻ നമ്മുടെ കൂടെ കോവർക്കേഴ്സിൻ്റെ കൂടെയുള്ള. പക്ഷെ നമ്മൾ ഓണം ഒതുങ്ങുന്നത് വീടുകളിൽ വരുമ്പോഴാണ്, നമ്മൾ ഫാമിലിയുടെ കൂടെ വരുമ്പോൾ. അപ്പോൾ ഒതുങ്ങിയിരുന്ന് നമ്മൾ ആകെ കാണാനുള്ള എന്താ, ഒരു ഭക്ഷണം കഴിക്കുക, ഒരു സിനിമ, ഇങ്ങനെ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഒതുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. 24-ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരും ചേർന്നൊരു നല്ല ഹൃദയം നിറഞ്ഞൊരു ഓണാശംസകൾ ഒന്ന് വിഷ് ചെയ്യണം. 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഓണാശംസകൾ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, എല്ലാം നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഷാരിഖ് നവാസ്, 24 പാലക്കാട്. താങ്ക് യു ഷാജോൻ ഫാമിലി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.